ആദ്യഘട്ട വിധിയെഴുത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ജമ്മുകശ്മീർ. പുൽവാമയും ഡോഡയും ഉൾപ്പെടെ 24 മണ്ഡലങ്ങളാണ് നാളെ വിധിയെഴുതുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സൈന്യവും പോലീസും കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അടുത്ത മാസം 8-നാണ്. ആദിൽ പാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ. ആദിൽ പാലോട്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജമ്മുകശ്മീർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. തെരഞ്ഞെടുപ്പ് 2 ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത്. കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യവും BJPയും തമ്മിലുള്ള പോരാട്ടം. അതിൽ ആർട്ടിക്കിൾ 370 കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിനെതിരെയാണ് പോരാട്ടം എന്നും പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ എങ്ങനെയായിരിക്കും ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ അതിൽ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിൽക്കുകയല്ലേ അതിൽ? വളരെ പ്രധാനമാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ്, അതാണ് ഏറ്റവും പ്രധാനം ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം. 10 വർഷങ്ങൾക്ക് ശേഷം നിയമസഭയിൽ വോട്ട് രേഖപ്പെടുത്താനായി കശ്മീരികൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 24 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ജമ്മു മേഖലയിൽ 8 മണ്ഡലങ്ങൾ, ഒപ്പം കശ്മീർ മേഖലയിൽ 16 മണ്ഡലങ്ങൾ എന്നിങ്ങനെ 24 മണ്ഡലങ്ങളിൽ 219 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിലായിരുന്നു. ഇന്നലെയായിരുന്നു കൊട്ടിക്കലാശം. നാളെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ആർക്കൊപ്പമാകും എന്നുള്ളതാണ് ചോദ്യം. അമിത്ഷാ പറഞ്ഞതുപോലെ 2 കൂട്ടർ തമ്മിലുള്ള മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അത് പൊതുജനങ്ങളും അംഗീകരിക്കുന്നുണ്ട്. BJPയും ഒപ്പം നാഷണൽ കോൺഗ്രസ് സഖ്യവുമാണ് മത്സര രംഗത്ത് പ്രധാനമായും ഉള്ളത്. ഒപ്പം അവാമി ഇത്തിഹാദ് പാർട്ടിയുടെ ഒരു സ്വാധീനം, അത് എഞ്ചിനീയർ റഷീദ് എന്ന ഉമർ അബ്ദുള്ളയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലർത്തിയടിച്ച ഒരു പുതിയ നേതാവുണ്ട്. ആ നേതാവിൻ്റെ പാർട്ടി അതെങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക. 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് 25-ാം തീയതി ഈ മാസം തന്നെ നടക്കും. അടുത്ത മാസം ഹരിയാന വോട്ടെണ്ണലിനൊപ്പം അടുത്ത മാസം 8-ാം തീയതിയാണ് വോട്ടെണ്ണൽ. 10 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലേക്ക് കശ്മീർ കടക്കുകയാണ്. കശ്മീരിൻ്റെ വിധി അതെന്തായാലും ചരിത്രമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 370 ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിനു ശേഷം കശ്മീർ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൂടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ആകും. സുജയ.